ഉചിതൈവസ. സിദ്ധികൾ എന്നുള്ളത് മനസ്സിൻ്റെ തലമാണ്. വാസ്തവത്തിൽ മനസ്സ് പോലും ആത്മാവിൽ നിന്ന് പൊന്തിയതാണ്. അപ്പോൾ ഈ സിദ്ധികളുടെ ശരിക്കുള്ള ഉറവിടം ആത്മാവാണ്. പക്ഷേ ആ സിദ്ധികൾ ആത്മാവ് മാത്രമായിരിക്കുമ്പോൾ പ്രകടമാവില്ല, മനസ്സായി പ്രകടമാകുമ്പോൾ ആ മനസ്സിലൂടെ ഈ സിദ്ധികൾ പ്രകടമാകുന്നു. അതുകൊണ്ട് സിദ്ധികളും ഈ ആത്മാവിൽ യുക്തം തന്നെ. ഏവം തേ സർവദിക് സംസ്ഥ സർവമേവ പരസ്പരം. അങ്ങനെയാണ് ഈ 4 ദിക്കിലും യാത്ര ചെയ്ത വിപശ്ചിത്തുകൾ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റേയാൾ മനസ്സിലാക്കി ആ സ്ഥലത്തെത്തി അയാളുടെ ബുദ്ധിമുട്ട് മാറ്റിയതും അയാളെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചതുമൊക്കെ ഒരേ ചിത്ത് തന്നെയാണ് ഈ ശരീരങ്ങളിലെല്ലാം. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു എന്നുള്ളത് തികച്ചും ഉചിതം തന്നെ. യോഗിനാം ഐച്ഛികാർത്ഥ ക്രിയാസാമർഥ്യ ലക്ഷണ സിദ്ധതായാമപ്യുപപത്തിമാഹ. യോഗികളുടെ ഐച്ഛിക അർത്ഥക്രിയ, അവർക്ക് ഒന്നിനെ സങ്കല്പിച്ച് അതിനെ നടപ്പിലാക്കാൻ പറ്റും. നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ, ഒത്തു ഇല്ലെങ്കിൽ ഇല്ല. സങ്കല്പങ്ങളെ സഫലമാക്കാനുള്ള കഴിവ് യോഗിമാർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇച്ഛയെ അർത്ഥക്രിയയാക്കി മാറ്റാൻ പറ്റും, ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ പറ്റും. നമ്മെപ്പോലെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരാഗ്രഹം ഉള്ളിൽ ഉദിച്ചാൽ അതിനെ അപ്പം തന്നെ സഫലമാക്കാനുള്ള കഴിവ് യോഗിമാർക്കുണ്ട്, ഋഷിമാർക്കുണ്ട്. അങ്ങനെയുള്ള സാമർഥ്യം യോഗിമാരുടെ ലക്ഷണമാണ്. അത് ഈ വിപശ്ചിത്തിന് അതുപോലെയുള്ള സിദ്ധികൾ, ഈ വിപശ്ചിത്തുകൾ യോഗിമാരല്ല. പക്ഷേ യോഗിമാർക്ക് ലഭിക്കുന്ന ചില സിദ്ധികൾ ഈ വിപശ്ചിത്തുകൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ തപസ്സനുഷ്ഠിച്ചവരാണ്. അഗ്നിദേവനെ പലകാലം ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ആളായിരുന്നു ഈ വിപശ്ചിത്ത് എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹം തന്നെയാണ് 4 രൂപത്തിൽ സ്വയം പ്രകടമായത്. കിഞ്ചിതിരി ബോധപ്രകർഷക്രമേണ അകാമഹതത്വ പ്രകർഷ സംഭവാത് തത് പ്രയുക്ത ആനന്ദോത്കർഷ പ്രയോജകൈശ്വര്യ പ്രകർഷകം അസ്യാപ്യുപപത്തേരിതി ഭാവഃ. ബോധപ്രകർഷക്രമേണ, ബോധം പ്രകർഷമാവുക എന്ന് പറഞ്ഞാൽ സമൃദ്ധമാവുക. ബോധം എങ്ങനെയാണ് സമൃദ്ധമാവുക എന്ന് പറഞ്ഞാൽ അറിവ് വികസിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ ചെന്നെത്തുക എന്നർത്ഥം. മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ, മനസ്സ് ധ്യാനനിഷ്ഠമാകുമ്പോൾ, അല്ലെങ്കിൽ സമാധി നിലയിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന പല സിദ്ധികളും പൊന്തി വരും. ഈ സിദ്ധികളൊക്കെ പുറത്തുനിന്ന് വരുന്നതല്ല, അതറിയാമോ നിങ്ങൾക്ക്? എല്ലാം മനുഷ്യ മനസ്സിൽ നിന്ന് പൊന്തി വരുന്നവയാണ്. അപ്പോൾ എനിക്കും മനസ്സുണ്ട്, നിങ്ങൾക്കും മനസ്സുണ്ട്. നമുക്കെന്തുകൊണ്ടാണ് ഈ സിദ്ധികളൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ കിടക്കുന്ന സിദ്ധികളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതിനെയാണ് ധ്യാനം, ധാരണ എന്നൊക്കെ പറയുന്നത്. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. ആ പ്രക്രിയകളിലൂടെ മനസ്സിന് ഐകാഗ്ര്യം സംഭവിച്ചാൽ, ഏകാഗ്രത കൈവന്നാൽ ആ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന സിദ്ധികൾ ഓരോന്നായി പുറത്തേക്ക് വരും. ആ സിദ്ധികളെ ആ വ്യക്തിക്ക് ഉപയോഗിക്കാനും കഴിയും. എല്ലാം മനസ്സിൻ്റെ തലമാണ്. മനസ്സിൽ നിന്നാണ് സിദ്ധികൾ പൊന്തുന്നത്. അങ്ങനെ ബോധം പ്രകർഷമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, മനസ്സിന് അതിൻ്റെ തന്നെ ഉള്ളിലുള്ള ഉള്ളറകളിൽ ചെന്നെത്താൻ പറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ യോഗിമാരുടെ കാര്യമാണ് പറയുന്നത്. യോഗിമാർ മനസ്സിൻ്റെ അടിത്തട്ട് വരെ ചെന്നെത്തിയവരാണ്. മനസ്സിൻ്റെ സൂക്ഷ്മതലങ്ങൾ കണ്ടെത്തിയവരാണ് യോഗിമാർ. അവരുടെ ഉള്ളിൽ അറിവ് ഉണ്ടാകുമ്പോൾ ക്രമേണ അവർ ആത്മാവിനെ തന്നെ അറിയാൻ പ്രാപ്തരായിത്തീരുന്നു. അതാണ് ബോധപ്രകർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു.
അറിവ് അതിൻ്റെ കൊടുമുടിയിലെത്തുന്നു. അപ്പോഴാണ് ആത്മജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ ആത്മജ്ഞാനം നേടിയവർ അകാമഹതന്മാരായിരിക്കും. ആത്മജ്ഞാനം നേടിയ ഒരാളുടെ ഉള്ളിൽ നിന്നും സകല ആഗ്രഹങ്ങളും അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. നമ്മളെന്താ വിചാരിക്കുന്നത്? കുറേ ആഗ്രഹങ്ങളെ സഫലമാക്കണം, അതിനു വേണ്ടി ധ്യാനം പരിശീലിക്കാം, ഏകാഗ്രത ശീലിക്കാം. ഏകാഗ്രത ശീലിച്ചാൽ സിദ്ധികൾ തീർച്ചയായും ലഭിക്കും. നമ്മുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും പൂർത്തിയാക്കാനും പറ്റും. പക്ഷേ ഈ മനസ്സിനെയും അതിക്രമിച്ചിരിക്കുന്ന ഒരു തലമുണ്ട്. അതാണ് ആത്മതലം അല്ലെങ്കിൽ ബോധതലം. ആ ബോധതലത്തിൽ എത്തിയവർ കാമനകളിൽ നിന്നെല്ലാം മുക്തരാകുന്നു. അവരുടെ ഉള്ളിൽ ഒരാഗ്രഹവുമില്ല, ഭൗതികമായ ഒരാഗ്രഹവും അവർക്കില്ല. കാരണം ആനന്ദഘനമായ ഒരു വസ്തുവാണ് താൻ എന്നവർ സാക്ഷാത്കരിക്കുന്നു. സുഖത്തിൻ്റെ ഒരു സമുദ്രമാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ എന്തിന് ഈ അല്പസുഖങ്ങളുടെ പുറകെ പായണം? തേനിന് മാധുര്യം അന്വേഷിച്ച് അലയേണ്ട കാര്യമുണ്ടോ? പുളിക്ക് പുളിരസം തേടി നടക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ആ സ്വരൂപത്തോടു കൂടിയതാണ്. ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആ ആത്മാവാണ് താൻ എന്ന് സാക്ഷാത്കരിച്ച ഒരു യോഗിക്ക് എന്തിന് ഈ ലൗകിക സുഖങ്ങൾ? അയാളുടെ ഉള്ളിൽ നിന്നും സകല സുഖേച്ഛകളും അപ്രത്യക്ഷമാകും. അയാൾ അകാമഹതനായി മാറും. കാമങ്ങളാൽ ഹനിക്കപ്പെട്ടവരാണ് സാധാരണ മനുഷ്യർ. ആഗ്രഹങ്ങളുടെ അടിമകളാണ് മനുഷ്യർ. എന്തുകൊണ്ട് മനുഷ്യർക്ക് ഒരാഗ്രഹം ഉള്ളിൽ പൊന്തുമ്പോൾ ഇത് വേണ്ട എന്നെന്തുകൊണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നില്ല? ആഗ്രഹങ്ങളെ എന്തുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്നില്ല? അല്ല, അത് എൻ്റെ മനസ്സ് അത് ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങൂ, ഞാനത് അനുഭവിച്ചാലേ എനിക്ക് തൃപ്തി വരൂ. ആ ആഗ്രഹത്തെ എങ്ങനെ സഫലമാക്കാം എന്ന് ഓടി നടക്കുന്നവരാണ് മിക്കവാറും എല്ലാ മനുഷ്യരും തന്നെ. ആ ആഗ്രഹത്തെ എന്തുകൊണ്ട് മുളയിലെ നുള്ളിക്കളയാൻ പറ്റുന്നില്ല? വിവരം എന്ന് പറഞ്ഞാൽ വിവേകം എന്നർത്ഥം. മനസ്സ് നല്ലതാവണം, മനസ്സ് പവിത്രമാകണം, സാത്വികമായ ചിന്തകളുടെ ഉടമകളായി മാറണം മനുഷ്യർ. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് അതാണ്. പക്ഷേ വിദ്യാഭ്യാസം അത് നേടിത്തരുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. എന്തു ചെയ്യാൻ പറ്റും? മനസ്സ് നന്നാവണം. ചിലർ പറയല്ലേ, ഇതാടാ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, കാറും ബംഗ്ലാവും പത്രോസും ഒന്നും കൊണ്ട് ഒരു കാര്യമില്ലടാ, മനസ്സ് നന്നാവണോടാ എന്ന് പറയാറില്ലേ? ആ മനസ്സിൻ്റെ പവിത്രത നേടിത്തരാത്ത വിദ്യാഭ്യാസം നിഷ്ഫലം. നമുക്ക് അടിതെറ്റിയത് വിദ്യാഭ്യാസ പദ്ധതിയിലാണ്. സിലബസ്, ഞാൻ എപ്പോഴും പറയും, സിലബസ്, പാഠ്യപദ്ധതി, അവിടെയാണ് പാളിച്ച പറ്റുന്നത്. ഒരു 20-25 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ലൈബ്രറികളിലും അല്ലെങ്കിൽ നെറ്റിലുമൊക്കെ ആ പഴയ പാഠപുസ്തകങ്ങൾ, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകമൊക്കെ ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഞാൻ പഠിച്ച 1-ാം ക്ലാസ്സിൽ പഠിച്ച പറ, പന, തറ, തല, ആ പടങ്ങളൊക്കെ എത്ര മനോഹരമായ, എത്ര ക്വാളിറ്റി പേപ്പറിലാണ് അന്നുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടിരുന്നത്. അതുപോലെ പഴയ പുസ്തകങ്ങളിൽ നോക്കൂ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ, അതുപോലെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അങ്ങനെയുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ പാഠങ്ങൾ പണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള പാഠപുസ്തകങ്ങൾ എടുത്ത് നോക്കൂ, ചവറ് സാഹിത്യമാണ്, ചവറ്. അതിൽ നിന്ന് ഒരു മണി അരി പോലും എടുക്കാൻ പറ്റില്ല. മൊത്തം പതിരാണ്, മൊത്തം പതിരാണ്. ഒന്നിലും ഒരു ജീവിത മൂല്യമില്ല. കുട്ടികളുടെ മനസ്സിൽ നന്മ നിറയ്ക്കുന്ന ഒരു സാധനവും ഇന്നത്തെ പാഠപുസ്തകങ്ങളിലില്ല. വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്, വളരെ വേദനയോടുകൂടി. പരിഹസിക്കാനല്ല, നമ്മൾ ഇത്രത്തോളം അധപ്പതിച്ചുവല്ലോ, തരം താണു പോയല്ലോ
കുറേ രാഷ്ട്രീയക്കാരുടെ, അല്പരായ കുറേ കവികളുടെ, ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളിൻ്റെ രചനകളാണ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. എങ്ങനെ നന്നാവും? കുട്ടികളിൽ ഭക്തിയും ജ്ഞാനവും സത്യസന്ധതയും പരോപകാര സ്വഭാവവും ഇതൊന്നും വളർത്താൻ ഉതകാത്ത പാഠപുസ്തകങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? പാഠ്യപദ്ധതി തയ്യാറാക്കുന്നവർ, സിലബസ് തയ്യാറാക്കുന്നവർ വിവരമുള്ളവരായിരിക്കും. വിവരദോഷികളെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ അവരെ ഏൽപ്പിച്ച ഇങ്ങനെയൊക്കെയേ നടക്കൂ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഈ മനസ്സിൻ്റെ വിങ്ങലുകൾ ഇങ്ങനെ വാക്കുകളിലൂടെ പുറത്തു വരും. ഇതുകൊണ്ടൊന്നും ഇത് സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളത് അറിയാം. എന്നാലും കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ പൂർത്തീകരിക്കാത്ത മോഹന സ്വപ്നങ്ങൾ അത് നമുക്കിങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അത്രയേ നമ്മെ കൊണ്ട് പറ്റൂ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ വാക്ക് ആരെങ്കിലും കേൾക്കുമോ? നല്ലത് കേൾക്കാൻ ആളില്ല. വിടുവായന്മാരുടെ വാക്കുകൾക്കാണ് ലോകം മുൻതൂക്കം നൽകുന്നത്. പൊട്ടത്തരവേ പറയുക വാ തുറന്ന. സത്യസന്ധത എന്നുള്ളത് അടുത്തൂടെ പോയിട്ടില്ല. മാറ്റിയും മറിച്ചും പറയും. സാക്ഷികൾ പോലും അങ്ങനെയാണ്, കൂറുമാറുന്ന സാക്ഷികൾ. കള്ളസാക്ഷി പറയുന്നു. ഈ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമൊക്കെ ഈ കലികാലത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? സാരമില്ല, എല്ലാം മാറും, എല്ലാം നേരെയാകുന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇനി പേടി? എല്ലാം നേരെയാകും, നമുക്ക് വോട്ടിട്ടാൽ മതി, എല്ലാം ശരിയാകും. ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് തീരുമാനിച്ചോളുക. അപ്പോൾ ജ്ഞാനം ഉത്കർഷത്തെ പ്രാപിക്കുമ്പോൾ, ജ്ഞാനം വളരുമ്പോൾ അകാമഹതത്വമാണ് സംഭവിക്കുന്നത്. ഉള്ളിലുള്ള ലൗകികമായ ആഗ്രഹങ്ങളെല്ലാം അകന്നുപോകും. അകാമഹതത്വ പ്രകർഷ സംഭവാത്. കാമനകളിൽ നിന്നെല്ലാം മുക്തമാകണം ഒരു മനസ്സ്. ആ മനസ്സാണ് ആത്മാവിനെ അറിയാൻ ശക്തിയുള്ളതായിത്തീരുന്നത്. തത്പ്രയുക്ത ആനന്ദോത്കർഷ പ്രയോജക ഐശ്വര്യ പ്രകർഷകം അസ്യാപ്യുപത്തേരിതി ഭാവ. ആദ്യം അറിവ് വളരുന്നു, അല്ലെങ്കിൽ ബുദ്ധി കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാകുന്നു. അപ്പോൾ ആഗ്രഹങ്ങൾ ഉള്ളിൽ നിന്ന് അകലുന്നു. ആഗ്രഹങ്ങൾ ഉള്ളിൽ നിന്ന് അകലുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും ആനന്ദവും ഉള്ളിൽ നിറയുന്നു. അത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തിൽ നിന്നാണ് ആനന്ദം നീരുറവ് പോലെ ആരംഭിച്ച് ഒരു കടലായി മാറുന്നത്. അത് ഒരു വ്യക്തിക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. തൻ്റെ ഉള്ളിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അന്തശീതളത, ആനന്ദം. അതിൻ്റെ പരമകാഷ്ഠയാണ് അനന്തമായ ആനന്ദമെന്ന് പറയുന്നത്. മനസ്സ് സത്വഗുണത്തെ ആശ്രയിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെട്ടു തുടങ്ങും. ക്രമേണ അത് വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം ഒരു കടൽ പോലെ ആ ശാന്തി മനുഷ്യ ഹൃദയത്തിൽ നിറയും. അപ്പോൾ അയാൾ ആത്മജ്ഞാനിയായി എന്ന് പറയാം. ആനന്ദോത്കർഷ പ്രയോജക ഐശ്വര്യപ്രകർഷകം. അയാൾ ഈശ്വരനായി മാറുന്നു. അയാൾക്ക് ഐശ്വര്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന് പറ്റുന്നതെല്ലാം ഒരു യോഗിക്കും പറ്റും. അയാൾക്ക് അതെല്ലാം സാധ്യമാണ്. അതായത് അയാൾക്ക് പലതരം സിദ്ധികളും കൈവരുന്നു. അതുപോലെ ഈ വിപശ്ചിത്തുകൾ, 4 ദിക്കിലേക്ക് യാത്രയായ അവർക്ക് മറ്റൊരാളുടെ അപകടനില മനസ്സിലാക്കാൻ കഴിയുകയും അവിടെ ചെന്ന് അവരെ ആ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുമൊക്കെ ചെയ്തു. അതിൽ അനൗചിത്യമോ അപാകതയോ ഒന്നും തന്നെ ഇല്ല.
തേ വിപശ്ചിതഃ സങ്കടം വിപദ്രോഗം ചികിത്സന്തേ പ്രതികുർവന്തി. മറ്റൊരാൾ ഏതാപത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ഒരാൾ ആ വ്യക്തി അല്ലാത്ത 3 പേരുണ്ടല്ലോ, അവരിൽ ഒരാൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സങ്കടം നീക്കാനായി, അല്ലെങ്കിൽ വിപത്ത്, രോഗം, അല്ലെങ്കിൽ ശാപം, ഇവയിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കാനായി ആ സ്ഥലത്ത് എത്തുകയും വേണ്ട പ്രതിവിധി ചെയ്യുകയും ചെയ്യുന്നു. അത് സാധ്യമാണ് രാമ. അതെങ്ങനെ എന്ന് നീ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. പശ്യന്ത്യനുഭവന്ത്യാശു ചികിത്സന്തേ ച സങ്കടം ബോധാകാശസ്വകാദ്രൂപാദീഷച്യുത ഇവാശു ചേത്. പശ്യന്തി കാണുന്നു, അനുഭവന്തി അനുഭവിക്കുന്നു, ആശു ചികിത്സന്തേ ച സങ്കടം ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു, ആപത്തിന് പ്രതിവിധി തേടുകയും ചെയ്യുന്നു, രോഗങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കുന്നു. ഇതൊക്കെ സാധ്യമാണ്. ആർക്ക്? ഒരു യോഗിക്ക്. ഒരാളുടെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കാനുള്ള ശക്തി യോഗിക്കുണ്ട്, യോഗിമാർക്കുണ്ട്. അതുപോലെ ഈ 4 വിപശ്ചിത്തുകൾക്കും മറ്റൊരാളുടെ വേറൊരു രൂപത്തിലിരിക്കുന്ന തനിക്ക് തന്നെ സഹായിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചിരുന്നു. ബോധാകാശ സ്വകാദ്രൂപാദീഷച്യുത ഇവാശുചേ. ബോധമായി നിൽക്കുമ്പോൾ ഈ സഹായിക്കുക, അന്യന് ഉപകാരം ചെയ്യുക, അതൊന്നും സാധ്യമല്ല. കാരുണ്യം കാണിക്കുക, അത് ബോധമായി നിൽക്കുമ്പോൾ സാധ്യമല്ല. അതൊക്കെ ദ്വൈതതലമാണ്. ഒരാൾ കഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നണം, അയാളുടെ കഷ്ടത മാറ്റിക്കൊടുക്കണം എന്നുള്ള ചിന്ത ഉള്ളിലുണ്ടാവണം. എന്നിട്ട് മാത്രമേ അയാളുടെ ദുഃഖമോ കഷ്ടതയോ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഈ ബോധമായി നിൽക്കുമ്പോൾ മറ്റൊന്നും സാധ്യമല്ല. അതിൽ കർമ്മത്തിൻ്റെ സ്പർശം പോലും സാധ്യമല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സാന്ദ്രമായ, നിശ്ചലമായ, ആനന്ദഘനമായ ഒരു നിലയാണത്. നിശ്ചലാവസ്ഥയാണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. പക്ഷേ ആ നിലയിലേക്ക് ഉയരുന്നതിന് മുമ്പ് അതിനേക്കാളും തൊട്ടു താഴെ എത്തിയ മനസ്സ്, ബോധാകാശ സ്വകാദ്രൂപാദീഷച്യുത, ഒരൽപ്പം ആ ഉന്നതമായ ആത്മതത്വത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്നാൽ ആ മനസ്സിന് പലതരം സിദ്ധികളും പ്രകടിപ്പിക്കാൻ കഴിയും. ബോധമായി നിൽക്കുമ്പോൾ സിദ്ധി പ്രകടനമൊന്നും സാധ്യമല്ല. പ്രബുദ്ധാനാം മനോമാത്രമേവ സർവവസ്തുവിതി കൽപ്പേതു സർവത്ര സർവാർത്ഥക്രിയ മനോരാജ്യവത് ഉപപന്നതരൈവേത്യാശേനാഹ. പ്രബുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ യോഗിമാർ, ജ്ഞാനികൾ എന്ന് നമുക്ക് അർത്ഥം പറയാം. അവർ എല്ലാം മനോമയമാണ് എന്ന് സാക്ഷാത്കരിച്ചവരാണ്. മനസ്സാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുക്കളും സകല ജീവികളും മനസ്സിൻ്റെ പ്രകടനമാണ്, മനസ്ഥലത്തിലാണ് അവ ഉള്ളവയായി തീരുന്നത് എന്ന് മനസ്സിലാക്കിയ യോഗിമാർക്ക് ഈ വിചാരത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സർവാർത്ഥക്രിയ അയാൾക്ക് എന്തിനേയും മാറ്റിമറിക്കാൻ പറ്റും. ഇത് ഓരോന്നും വേറെ വേറെയാണ്, പ്രത്യേകമാണ്, ഈ ലോകം എന്നിൽ നിന്ന് അന്യമാണ് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്നവർക്ക് പ്രപഞ്ചത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനവും വരുത്താൻ സാധ്യമല്ല. പ്രപഞ്ചത്തെ മാറ്റിമറിച്ചവർ, മനുഷ്യഹൃദയങ്ങളെ ഇളക്കി മറിച്ചവർ എല്ലാം മനോമയമാണെന്ന് സാക്ഷാത്കരിച്ച ജ്ഞാനികളാണ്. അവർക്ക് മാത്രമേ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളൂ. അവരുടെ വാക്കുകൾക്ക് മാത്രമേ അത്രയും ശക്തിയുള്ളൂ. നമ്മളുടെ വാക്കുകൊണ്ട് ഒരാളുടെ അഭിപ്രായത്തെ മാറ്റാൻ പറ്റില്ല. ഒരാളുടെ മനോഗതിയെ, അയാളുടെ വിചാരധാരയെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ മഹർഷിമാരുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ വാക്കുകൾക്ക് അപാരമായ ശക്തിയാണുള്ളത്. ശിഷ്യനെ മുമ്പിൽ പിടിച്ചിരുത്തി
അല്ലെങ്കിൽ മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യനോട് നീ ആത്മാവാണ് എന്ന് ആത്മാർത്ഥമായി ആ ശിഷ്യൻ ജ്ഞാനം നേടണം, ആത്മസാക്ഷാത്കാരം നേടണം എന്ന നിഷ്കർഷയോടുകൂടി നീ ബ്രഹ്മമാണ്, തത്വമസി എന്ന് ഒരു ഗുരുനാഥൻ ഉപദേശിച്ചാൽ അത് ആ വാക്ക് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഒരു 10 ജന്മത്തിന് ശേഷമെങ്കിലും അത് സത്യമായി തീരും, ഫലിക്കും. അതുകൊണ്ട് ജ്ഞാനിയുടെ മുമ്പിൽ ചെന്നിരിക്കുക, അയാളുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിയട്ടെ, അദ്ദേഹത്തിൻ്റെ വീക്ഷണ പഥത്തിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടായാൽ അത് തന്നെ ധാരാളം. അദ്ദേഹം നമ്മെ അനുഗ്രഹിച്ചാൽ പറയുകയേ വേണ്ട. സദ്ഗുരുവിൻ്റെ കടാക്ഷം നേരെ പോലും നോക്കണ്ട, കടക്കണ്ണേറെ ഇങ്ങനെ നോക്കിയാൽ മതി. കടാക്ഷം എന്ന് പറയുന്നില്ലേ, നേരെ നോക്കാതെ കടൈക്കൺ പാർവൈ, അതുതാൻ കടാക്ഷം. ഗ്ലാൻസ്, ലാറ്ററൽ ഗ്ലാൻസ്, നേരെ നോക്കണ്ട. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് അങ്ങോട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം ചെറുതായിട്ട് നമ്മുടെ പുറത്ത് പതിച്ചാൽ രക്ഷപ്പെട്ടു. അല്ല, എന്നാലും ഈ തത്വവനനം വിചാരം ഗുരുവിൻ്റെ ഒരു നോട്ടം കൊണ്ട് എങ്ങനെയാണ് ഒരാൾ ഉന്നതിയെ പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ഗുരു മനുഷ്യനല്ല, അത് ബ്രഹ്മമാണ്, ഈശ്വരനാണ്. ഈശ്വരൻ്റെ കടാക്ഷം നേടിയാൽ ആരാ രക്ഷപ്പെടാത്തത്? നമ്മൾ ഈ മനുഷ്യരൂപത്തിലുള്ള ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് കരുതുന്നു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അത് ഈശ്വരനാണ്, ബ്രഹ്മമാണ്. ആ ഗുരു നമ്മെ നോക്കുമ്പോൾ ഈശ്വരൻ്റെ കടാക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാക്കൂ ഇത്. അല്ലാതെ ഒരു ജ്ഞാനിയുടെ മുമ്പിൽ ചെന്നിരുന്നാൽ നമുക്ക് എന്തോ കിട്ടാനാണ്? ഞാനും അദ്ദേഹത്തെ നോക്കും, അദ്ദേഹവും എന്നെ നോക്കും, എനിക്കെന്ത് ലാഭം? അങ്ങനെ വിചാരിക്കരുത്. ദർശന ദീക്ഷ, സ്പർശന ദീക്ഷ, മാനസ ദീക്ഷ, ഇങ്ങനെയൊക്കെ കാര്യമുണ്ട്. മാനസ ദീക്ഷ എന്ന് പറഞ്ഞാൽ മുമ്പിൽ വന്നിരിക്കണമെന്ന് പോലുമില്ല. എത്രയോ മൈലുകൾക്കപ്പുറത്തുള്ള ശിഷ്യനെ ഗുരു ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സാ അനുഗ്രഹിച്ചാൽ മതി, അവൻ രക്ഷപ്പെടും. ശിഷ്യൻ പോലും അറിയില്ല ഗുരു കടാക്ഷം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദീക്ഷ തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം. അവൻ്റെ മനസ്സ് പരിവർത്തനത്തെ പ്രാപിക്കും. സ്പർശദീക്ഷ, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും ചിലർ. അദ്ദേഹം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് കിട്ടും? ദൈവമാണ്, ഈശ്വരനാണ് നിങ്ങളെ സ്പർശിക്കുന്നത്. അല്ല, എല്ലാം ദൈവമല്ലേ. ഇപ്പം ഞാൻ വേറൊരാളുടെ തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജ്ഞാനമോ പാകതയോ ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പാകത നേടിയിട്ടുണ്ടോ? നിങ്ങളുടെ പക്കലുള്ളത് മാത്രമേ നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റൂ. നല്ലതുപോലെ മനസ്സിലാക്കൂ. ജ്ഞാനം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അത് സമൃദ്ധമായി നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഉള്ളിൽ ജ്ഞാനം നിറഞ്ഞ് കവിയുമ്പോഴാണ് ഒരാൾ ആത്മതത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നത്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം ഇത്. ആത്മജ്ഞാനം ഉള്ളിൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ സംസാരിക്കാവൂ. അല്പസ്വല്പം എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ട്, ഏതെങ്കിലും പ്രഭാഷണം കേട്ടിട്ട്, കാസറ്റ് കേട്ടിട്ട് അത് അതുപോലെ ഛർദ്ദിച്ച് വെച്ചാൽ അത് ആത്മീയ പ്രഭാഷണമാവില്ല. അത് ഛർദ്ദിക്കൽ മാത്രമേ ആവൂ. പ്രഭാഷണം, വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് വരണം. അതുമാത്രമേ ശ്രോതാക്കളിൽ പ്രയോജനമുണ്ടാക്കുകയുള്ളൂ. അറിവ് ഉള്ളിൽ നിറഞ്ഞ് വാക്കുകളായി പുറത്തു വരണം. അതുവരെ മിണ്ടരുത് എന്നാണ്. അതുവരെ മിണ്ടണം എന്നുള്ള ഒരു ഉള്ളിൽ നിന്നൊരു ഒരു തള്ളലുണ്ടായാലും മിണ്ടരുത്. മിണ്ടാൻ പാകമായിട്ടില്ല ഞാൻ, എനിക്ക് ഈ സത്യത്തെക്കുറിച്ച് പറയാനുള്ള പാകത വന്നിട്ടില്ല, ഇത് എൻ്റെ അഹങ്കാരത്തിൻ്റെ വിജൃംഭണമാണ്, 4 പേര് എൻ്റെ പാണ്ഡിത്യം കാണിക്കാനുള്ള ഉള്ളിൽ നിന്നുള്ള തള്ളലാണ് എന്ന് മനസ്സിലാക്കി ആ വികാരത്തെ നിയന്ത്രിക്കുക. പാകപ്പെട്ട് ഈ സത്യം ബുദ്ധിയിൽ മുഴുവൻ വ്യാപിച്ച് ആ അറിവ്
ഏകദേശം പൂർണ്ണതയിലെത്തുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ മാത്രമേ ഫലപ്രദമാവൂ. മറ്റുള്ളതൊക്കെ പൊള്ളയായ വാക്കുകളായിരിക്കും. ശ്രോതാക്കളിൽ അവ ഒരു വിധത്തിലുള്ള സ്വാധീനവും ഉണ്ടാക്കുകയില്ല. ബോധാകാശ സ്വകാദ്രൂപാദീഷച്യുതൈവാശുച്ഛേത്. ബോധാകാശം എന്ന് പറഞ്ഞാൽ ശുദ്ധ ബ്രഹ്മം അതിൻ്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് അല്പം താഴേക്കിറങ്ങി വരുമ്പോഴാണ് സിദ്ധികൾ ലഭിക്കുന്നത്. സിദ്ധികൾ താഴേക്കിടയാണ്. ജ്ഞാനമാണ് സിദ്ധികളെക്കാളും മുകളിൽ. ജ്ഞാനം നേടുക എന്നുള്ളതാണ് ജീവിതത്തിലെ പരമലക്ഷ്യം. അപ്പോൾ ഈ പ്രപഞ്ചം മനോമയമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു യോഗി അയാൾക്ക് പ്രപഞ്ചത്തിൽ പരിവർത്തനം നടത്താൻ പറ്റും, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും. പക്ഷേ ഒരു പരിധിവരെ മാത്രമേ അത് പറ്റൂ. ഈശ്വര നിശ്ചയം, ഈശ്വരൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. ഒരാളുടെ രോഗം മാറ്റിക്കൊടുക്കാം, ഒരാളുടെ വേദന മാറ്റിക്കൊടുക്കാം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അല്ലാതെ ഈ ലോകത്തെ മുഴുവൻ മൊത്തമായിട്ട് അങ്ങനെ ഉദ്ധരിക്കാനൊന്നും മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും ഏതൊരു യോഗിക്കും സാധ്യമല്ല. ജ്ഞാനികൾക്ക് പോലും അത് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു ചില പരിമിതികളോടുകൂടി ലോകത്തിൽ യോഗിമാർക്ക് പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയും. ഈഷത് സ്വരൂപാത് പ്രച്യുതിരേവ മനോഭാവ ഇത്യുത്പത്തി പ്രകരണേ ബഹുശോ വ്യുത്പാദിതത്വാദിതി ഭാവ. എല്ലാം മനോമയമായതുകൊണ്ട്, എല്ലാം മനസ്സിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് സാക്ഷാത്കരിച്ചതുകൊണ്ട് ഈ പുറം വിഷയങ്ങളെ ചിലതിനെയൊക്കെ യോഗിമാർക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ പറ്റും. മനസ്സാണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനു മുമ്പ് ഉത്പത്തി പ്രകരണത്തിൽ പല രീതിയിലും വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഉത്പത്തി പ്രകരണം ആ അധ്യായത്തിൽ, അതൊരു അധ്യായമല്ല, അതൊരു പ്രകരണമാണ്, ഒരു ഭാഗമാണ്. അതിൽ മനസ്സാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നുള്ള സത്യം പല പ്രകാരത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഓർമ്മിക്കുക. തദന്യതാമിവാദത്തെ സുസ്ഥിതോപി യഥാസ്ഥിതം. ബ്രഹ്മം സങ്കല്പോന്മുഖമാകുമ്പോൾ അത് സുസ്ഥിതമാണെങ്കിലും, എന്ന് പറഞ്ഞാൽ നിശ്ചലമാണെങ്കിലും ചലിക്കാത്തതാണെങ്കിലും പ്രപഞ്ചമെന്ന പോലെ അത് ആയിത്തീരുന്നു. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. അത് ദ്വൈതത്തെ അംഗീകരിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചഭാവവും ജീവഭാവവും ആ ആത്മാവിൽ പൊന്തുന്നത്. പക്ഷെ അപ്പോഴും അത് നിശ്ചലമാണ്, അത് അദ്വൈതമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ പലതിൻ്റെ തോന്നൽ ആ ഏകത്വത്തിൽ സംഭവിക്കുന്നു. യഥാസ്ഥിതം സുസ്ഥിതോപി തസ്മാൻ മനോഭാവലക്ഷണാദ് ഈഷച്യവനദോഷാദ് അന്യതാം ജഗദ്രൂപതാം യുഗപദാദത്തെ. അത് നിശ്ചലമാണ്, അത് ഏകമാണ്, ഇതാണ് സത്യം. എങ്കിലും സങ്കല്പങ്ങൾ പൊന്തുമ്പോൾ, മനസ്സിൻ്റെ തലത്തിലേക്ക് അത് തരം താഴുമ്പോൾ, അത് താഴേക്ക് പതിച്ച് പലതെന്ന പോലെയായി കാണപ്പെടുന്നു. അങ്ങനെയാണ് ജഗത്ത് ഉണ്ടാവുന്നത്. ആത്മാവ് ആത്മാവായി നിൽക്കവേ തന്നെയാണ് അത് പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നത്. കയറ് കയറായിരിക്കവേ തന്നെയാണ് അത് സർപ്പമായി കാണപ്പെടുന്നത്. സ്വർണം സ്വർണമായിരിക്കവേ തന്നെയാണ് ആഭരണ നാമരൂപങ്ങളായി കാണപ്പെടുന്നത്. ജലം ജലമായിരിക്കവേ തന്നെയാണ് അലയും കുമിളയും പതയും നുരയുമൊക്കെയായി മാറുന്നത്. പുതിയ വസ്തു ഉണ്ടാവുന്നില്ല. വെള്ളം തന്നെ പല ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. മനോഭാവലക്ഷണാത് ഈഷച്യവനദോഷ. ച്യവനം എന്ന് പറഞ്ഞാൽ താഴേക്ക് പതിക്കുക എന്നാണ്, വഴുതി വീഴുക എന്നാണ് അതിൻ്റെ അർത്ഥം. ച്യവനം, ച്യവനപ്രാശം. ച്യവനൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്. അദ്ദേഹമാണ് ഈ ച്യവനപ്രാശം അതിൻ്റെ
ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്ത് അത് ആദ്യമായിട്ട് തയ്യാറാക്കിയത്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്ന നെല്ലിക്കയാണ് അതിലെ പ്രധാന കണ്ടൻറ്റ്. ചവനപ്രാശം, നെല്ലിക്ക, ശർക്കര, നെയ്യ്, വേറെ എന്തെങ്കിലും ഉണ്ടോ സാറേ ചവനപ്രാശത്തിൽ? വേറെന്താണ്? വേറെ മറ്റൗഷധങ്ങളോ ചേരുവകളോ ഉണ്ടോ? അങ്ങാടി മരുന്ന്, അതിൽ പലതും ഇത് ഈ ചവനപ്രാശത്തിൽ ചേർക്കാറുണ്ട്. പ്രധാനമായിട്ട് അതിൽ നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ പേര് തന്നെ ധാത്രി എന്നാണ്. ധാത്രി എന്ന് പറഞ്ഞാൽ പോറ്റമ്മ, വളർത്തമ്മ എന്നാണ് അർത്ഥം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കുമോ, അതിനെ ദഹിപ്പിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കുമോ, അതുപോലെ പെറ്റമ്മയെപ്പോലെ നമുക്ക് ഉപകരിക്കുന്ന ഒരു പോറ്റമ്മയാണ് നെല്ലിക്ക അല്ലെങ്കിൽ ധാത്രി. ധാത്രി ഫലം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മ. പ്രസവിച്ച സ്ത്രീയല്ല, അതാണ് പെറ്റമ്മ. ഇത് പോറ്റമ്മയാണ്. ഇങ്ങനെ ആത്മാവ് തൻ്റെ സ്വരൂപത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ താഴേക്ക് പതിക്കുന്നില്ലെങ്കിൽ പോലും, അത് അനങ്ങുന്നില്ല, എന്നാലും സങ്കല്പം അഥവാ മനസ്സ് അതിൽ പൊന്തുമ്പോൾ അത് പതിച്ചതുപോലെ തോന്നുന്നു. അപ്പോഴാണ് ജഗത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. വിവശ്ചിത് പ്രസംഗേ യോഗിനാം പ്രബുദ്ധാനാം യുഗപത് സർവാർത്ഥക്രിയോപപത്തൗ വർണ്ണിതായാം വിവശ്ചിതോപി പ്രബുദ്ധ ഇതി മന്യമാനോ രാമശങ്കത്തെ വിവശ്ചിത ഇതി. അത് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ആ ശ്ലോകം രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യവും കൂടെ നമുക്ക് വായിച്ചിട്ട് ഇന്നത്തേക്ക് നിർത്താം. ശ്രീരാമ ഉവാച. ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ശ്രീരാമൻ ഒരു ചോദ്യം ചോദിക്കുന്നു. വിവശ്ചിത പ്രബുദ്ധാശ്ചേത് കഥം സിംഹവൃഷാദിതാം ദിക്ഷു യാന്തീതി മേ ബ്രഹ്മൻ ബോധായ കഥയാശ്വലം. മഹർഷേ, വിവശ്ചിത പ്രബുദ്ധാഹ ചേത്. ഈ വിവശ്ചിത്തുകൾ 4 പേരും പ്രബുദ്ധന്മാർ അല്ലെങ്കിൽ യോഗിമാർ ആണെങ്കിൽ, യോഗിമാരാണ് എന്ന് രാമൻ തെറ്റിദ്ധരിച്ചു. വാസ്തവത്തിൽ ഈ വിവശ്ചിത്തുകൾ യോഗിമാരല്ല. അവർ എങ്ങനെയാണ് യാത്ര ആരംഭിച്ചത്? അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്താണ് എന്നൊന്ന് കണ്ടുകളയാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവിദ്യയുടെ ഉള്ളിൽ കടന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്. അവരെ എങ്ങനെ യോഗിമാർ, ജ്ഞാനികൾ എന്ന് പറയാൻ പറ്റും? അവിദ്യയെ അറിയാൻ ശ്രമിച്ചവരാണ്. യോഗിമാർ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവർ എന്താണ് ഈ അവിദ്യ? അവിദ്യയാണല്ലോ പ്രപഞ്ച അനുഭവത്തിന് കാരണം. ഇത് എത്രത്തോളം ഉണ്ട്, എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നു ഈ അവിദ്യ, അതൊന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി ശ്രമിച്ചവരാണ്. ശ്രമിച്ച ആളായിരുന്നു വിവശ്ചിത്ത്. അദ്ദേഹമാണ് പിന്നീട് 4 രൂപങ്ങളിൽ പ്രകടമായത്. ഇപ്പം രാമൻ എന്താ ചോദിക്കുന്നത്? വിവശ്ചിത്തുകൾ പ്രബുദ്ധന്മാരായിരുന്നുവെങ്കിൽ അവരെങ്ങനെയാണ് മഹർഷിമാരുടെയും യക്ഷന്മാരുടെയും പിശാചിൻ്റെയും മറ്റും ശാപം കൊണ്ട് സിംഹവും ചെന്നായും ഒക്കെയായി മാറിയത്? ഓരോരുത്തരെ ശപിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവർ യോഗിമാരാണെങ്കിൽ മറ്റുള്ളവരുടെ ശാപത്തിന് ഇവരെങ്ങനെ വിധേയരായി? ഇവർക്ക് എന്തുകൊണ്ട് ശാപങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? ഇതാണ് രാമൻ്റെ ചോദ്യം. രാമൻ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവർ ജ്ഞാനികളോ യോഗികളോ അല്ല ഈ വിവശ്ചിത്തുകൾ. ഒരേ വിവശ്ചിത്ത് 4ആയി മാറി എന്ന് പറഞ്ഞപ്പോൾ സാധാരണ യോഗിമാരാണല്ലോ ഒരേ സമയത്ത് പല രൂപങ്ങളിൽ പ്രകടമാകുന്നത്. അങ്ങനെ വിവശ്ചിത്ത് 4 രൂപത്തിൽ പ്രകടമായതുകൊണ്ട് പാവപ്പെട്ട നമ്മുടെ രാമൻ വിവശ്ചിത്ത് ഒരു യോഗിയാണ് അല്ലെങ്കിൽ ജ്ഞാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണിത്. വിവശ്ചിത്തുക്കൾ പ്രബുദ്ധരാണെങ്കിൽ, പ്രബുദ്ധരാണ് എന്നാണ് രാമൻ മനസ്സിലാക്കിയത്. അവർ പ്രബുദ്ധരായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് സിംഹവും ചെന്നായും അതുപോലെ മത്സ്യവും അങ്ങനെ പല രൂപങ്ങളായി മാറിയത്? പലരുടെയും ശാപം കാരണമായിട്ട്.
ദിക്ഷു യാന്തി, അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്രയോ കൊല്ലം ഒരാൾ മരമായിട്ട് നിന്നു, അല്ലേ, കടുക്കാ മരമായിട്ട് നിന്നു എന്നൊക്കെ. അപ്പോൾ ഒരു യോഗിക്ക് എങ്ങനെയാണ് ശാപങ്ങളെ ഏൽക്കുക, ശാപത്തിൻ്റെ വലയത്തെ എന്തുകൊണ്ട് ഒരു യോഗിക്ക് ഭേദിക്കാൻ കഴിയുന്നില്ല? അവരൊക്കെ യോഗിമാരായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് രാമൻ ചോദ്യം ചോദിക്കുന്നത്. ദിക്ഷു യാന്തീതിമേ ബ്രഹ്മൻ ബോധായ കഥയാശ്വലം. എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട്, എനിക്ക് ഒരു തെളിച്ചം ഉണ്ടാകാൻ വേണ്ടി ഉടനെ തന്നെ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ അക്ഷമനാണെന്നാണ് പറയുന്നത്. ക്ഷമിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. ഈ ചോദ്യത്തിന് എനിക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം. ഇതാണ് രാമൻ ചോദിക്കുന്ന ചോദ്യം. നമുക്കതിൻ്റെ വ്യാഖ്യാനവും കൂടെ വായിച്ചിട്ട് നിർത്താം. യഥാസ്ഥിതം സുസ്ഥിതോപി, മനസ്സിന് ഏകാഗ്രത നേടിയവരാണ് യോഗിമാർ അല്ലെങ്കിൽ ജ്ഞാനികൾ. അങ്ങനെ അവർ സുസ്ഥിതരാണെങ്കിലും ചലിക്കാത്ത മനസ്സിൻ്റെ ഉടമകളാണെങ്കിലും തസ്മാൻ മനോഭാവലക്ഷണാത്, അവരുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈഷച്യവനദോഷാത്, അവരുടെ ആ ഉന്നതമായ ആത്മനിലയിൽ നിന്ന്, ആത്മതത്വത്തിൽ നിന്ന് ഒരല്പം താഴേക്ക് വഴുതി വീഴുന്നു. അപ്പോഴാണ് ജഗത്ത് അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. വിവശ്ചിത് പ്രസംഗേ, ഈ വിവശ്ചിത്തിൻ്റെ കാര്യത്തിൽ യോഗിനാം പ്രബുദ്ധാനാം യുഗവത് സർവാർത്ഥക്രിയോപവത്തൗ വർണ്ണിതായ, യോഗിമാർ, അവരെയാണ് പ്രബുദ്ധന്മാർ, സത്യം കണ്ട് ഉണർന്നവർ എന്ന് പറയുന്നത്. ഈ വിവശ്ചിത്തുകൾ പ്രബുദ്ധന്മാരായതുകൊണ്ട്, ആയിട്ടില്ല, ആയി എന്ന് രാമൻ തെറ്റിദ്ധരിക്കുന്നു. യുഗപത്, ഈ പ്രബുദ്ധന്മാർ അല്ലെങ്കിൽ യോഗിമാർ ഒരേ സമയത്ത് പല കർമ്മങ്ങളും ചെയ്യാനും പല രൂപങ്ങളിൽ പ്രകടമാകാനും കഴിവുള്ളവരാണല്ലോ എന്ന് അങ്ങ് യോഗിമാരെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. വിവശ്ചിതോപി പ്രബുദ്ധായിതി മന്യമാനഃ, ഒരാൾ തന്നെ 4 രൂപത്തിൽ പ്രകടമായി എന്നതുകൊണ്ട് ഈ വിവശ്ചിത് എന്ന ചക്രവർത്തിയും ഒരു യോഗി ആയിരിക്കണം. അങ്ങനെ യോഗി ആയിരുന്നോ എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ശാപം ലഭിച്ചത്? ഈ 4 പേർക്കും ഓരോ തരത്തിലുള്ള ശാപങ്ങൾ കിട്ടാൻ എന്താണ് കാരണം? യോഗിയെ ശപിക്കാൻ മാത്രം ശക്തി വേറെ ആർക്കാണുള്ളത്? എന്തുകൊണ്ട് അവരുടെ യോഗബലത്തിലൂടെ ആ ശാപത്തെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? ഇതാണ് രാമൻ്റെ ചോദ്യം. വിവശ്ചിതോപി പ്രബുദ്ധായിതി മന്യമാനഃ, ഈ വിവശ്ചിത്തുക്കളും യോഗിമാരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് രാമൻ സംശയിക്കുന്നു. ആ സംശയമാണ് ചോദ്യരൂപത്തിൽ പുറത്തു വരുന്നത്. പ്രബുദ്ധാനാം വിവശ്ചിതൈതി പ്രബുദ്ധാനാം സർവാർത്ഥക്രിയാ സ്വാതന്ത്ര്യേണ പാരതന്ത്ര്യേണ സിംഹവൃഷാദിദേഹ സങ്കട അപ്രസക്തേഹ പരസ്പരാനുഗ്രഹോക്തിരസംഗതേതി ഭാവഃ. പ്രബുദ്ധന്മാർ അല്ലെങ്കിൽ യോഗിമാർ എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്. അവരുടെ ശക്തി കൊണ്ട് അവർക്ക് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. സർവാർത്ഥക്രിയ, എന്തിനേയും നടത്താനും സഫലമാക്കാനും ശക്തിയുള്ളവരാണവർ. അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വേണം കരുതാൻ. സ്വതന്ത്രരായവർക്ക് മാത്രമേ എന്തിനേയും മാറ്റിമറിക്കാൻ പറ്റൂ. പരതന്ത്രരായവർക്ക്, സ്വാതന്ത്ര്യമില്ലാത്തവർക്ക്, അടിമകളായി കഴിയുന്നവർക്ക് പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഇവർ യോഗിമാരാണ് എന്ന് വിചാരിച്ച് ഈ യോഗിമാരായിരുന്നുവെങ്കിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ പാരതന്ത്ര്യേണ, മറ്റൊരാളുടെ ശാപത്തിന് വിധേയരായി സിംഹവൃഷാദി ദേഹ സങ്കട അപ്രസക്തേഹ, സിംഹം, ചെന്നായ, അതുപോലെ മരം, ഇങ്ങനെ പല രൂപങ്ങളിൽ അവർ ദുഃഖിക്കാനിടയായത് എന്തുകൊണ്ട്? യോഗിയെ തന്നെ ഒരാൾ ശപിച്ച്
അയാളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ യോഗശക്തി എന്തിനു കൊള്ളാം? അത് യുക്തമല്ലല്ലോ എന്നാണ്. അങ്ങനെ അവർ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയില്ലല്ലോ. അങ്ങനെ ദുഃഖങ്ങൾ അവർ അനുഭവിച്ചത് കൊണ്ടാണല്ലോ ഒരാളുടെ സഹായത്തിനായി മറ്റൊരാളെത്തിയത്. കിഴക്കോട്ട് പോയവനെ സഹായിക്കാൻ പടിഞ്ഞാട്ട് പോയവനെത്തി, അല്ലെങ്കിൽ തെക്കോട്ട് പോയവനെ സഹായിക്കാൻ വടക്കോട്ട് പോയവനെത്തി എന്നൊക്കെ പറഞ്ഞു. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണല്ലോ. ശാപവും മറ്റുമൊക്കെ കിട്ടി പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കാനിടയായത് കൊണ്ടാണ് മറ്റൊരാൾ അവരുടെ സഹായത്തിനായി എത്തിയത്. പരസ്പര അനുഗ്രഹോക്തിരസംഗതേതി. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ സഹായിച്ചു, മറ്റൊരാളെ ശാപത്തിൽ നിന്ന് മുക്തനാക്കി എന്നൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവർ യോഗിമാരല്ല, ഇവർ യോഗിമാരാണ് എന്ന് രാമൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞത് ഇവിടെ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നാണ്. ഇവർക്ക് എങ്ങനെ ശാപം ലഭിച്ചു? ഇവരെങ്ങനെ പല ജീവികളും മരങ്ങളുമൊക്കെ മാറി? അങ്ങനെ ആപത്തിൽപ്പെട്ടപ്പോൾ മറ്റൊരാളുടെ സഹായം ഇവർക്ക് ലഭിച്ചു. ഇതൊന്നും പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. അത് ഇൻകോമ്പാറ്റിബിൾ. അത് യോജിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു യോഗിക്ക് ഇങ്ങനെയുള്ള ദുസ്ഥിതി എങ്ങനെ ഉണ്ടാവും? യോഗിയെ ശപിച്ച് അയാളെ ബുദ്ധിമുട്ടിലാക്കാൻ മറ്റൊരാൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ യോഗിയാവാൻ പറ്റില്ലല്ലോ എന്നാണ് രാമൻ്റെ സംശയം. രാമൻ്റെ സംശയത്തിന് വസിഷ്ഠ മഹർഷി എന്തു മറുപടി പറയുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച